ഹായ് എവ്രി വൺ, മീസോ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപായി ഒരു കാര്യം പറയാനുണ്ട്. ലെറ്റ്സ് സേ നമ്മളൊരു കൈറാൽ കാർബൺ എടുക്കുന്നു. CH3, C2H5, ClBr എന്ന് നമ്മൾ പറയും. ആൻഡ് വി നോ ദാറ്റ് ദർ ഇസ് എ കൈറാൽ കാർബൺ. അങ്ങനെ കൈറാൽ കാർബൺ ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ പറയും ദിസ് ഇസ് ആക്ച്വലി ഒപ്റ്റിക്കലി ആക്റ്റീവ്. എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? വിച്ച് ഇസ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് either towards right or what? Left. റൈറ്റിലേക്കാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഇൻ നേച്ചർ, അല്ലെങ്കിൽ പ്ലസ് എന്നൊക്കെ നമ്മൾ എഴുതും. ലെഫ്റ്റിലോട്ടാണെങ്കിൽ നമ്മൾ ലീവോ റൊട്ടേറ്ററി അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് നമ്മൾ എഴുതും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ എന്ത് വേണം? യെസ്, കൈറാൽ സെൻറ്റർ വേണം. കൈറാൽ സെൻറ്റർ. പക്ഷേ ഈ കോമ്പൗണ്ട് ഒന്ന് നോക്കി നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കൈറാൽ കാർബൺ അല്ല, മറിച്ച് 2 കൈറാൽ സെൻറ്റേഴ്സ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയും സ്റ്റീരിയോജനിക് സെൻറ്റർ. സ്റ്റീരിയോജനിക് സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും യെസ് ദിസ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. കാരണം ഒന്നല്ല 2 കൈറാൽ കാർബൺ ഉണ്ട്. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി എന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നിങ്ങൾ ഈ മോളിക്യൂൾ ഒന്നുകൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ എന്തുണ്ട്? യെസ്, ദർ എക്സിസ്റ്റ് എ POS അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി. ഇവിടെ എന്താണ്? ഒരു പ്ലെയിൻ ഓഫ് സിമ്മട്രി ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് ഈ മോളിക്യൂളിനെ 2 ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്താൽ ഈ എച്ച് എന്ത് ചെയ്യും? ഈ എച്ചിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ OHനെ റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് CH3 എന്ത് ചെയ്യും? CH3യെ റിഫ്ലക്റ്റ് ചെയ്യും. വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് നമുക്കൊരു പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും കോമ്പൗണ്ട്. അതായത് ഇവർ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മീസോ കോമ്പൗണ്ടിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. മീസോ കോമ്പൗണ്ട്സ് ആർ അകൈറാൽ കോമ്പൗണ്ട്. ശ്രദ്ധിക്കണം, ഇവിടെ കൈറാൽ കാർബൺസ് ഉണ്ടോ? യെസ്, ഇവിടെ കൈറാൽ കാർബൺസ് ഉണ്ട്. പക്ഷേ ദ കോമ്പൗണ്ട് ആസ് എ ഹോൾ എന്താണ്? അകൈറാൽ കോമ്പൗണ്ട് ആണ്. ഇവിടെ കൈറാൽ സെന്റേഴ്സ് ഉണ്ട്. പക്ഷേ എന്താണ്? കോമ്പൗണ്ട് എന്താണ്? അകൈറാൽ ആണ്. യെസ്, അകൈറാൽ. ഓക്കെ, that contain multiple chiral centers but have what? An internal plane of symmetry. Internal plane of symmetry ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഈവൻ ദോ ദേ കണ്ടെയ്ൻസ് what? സ്റ്റീരിയോ സെൻറ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? ഡെഫിനിഷൻ ക്ലിയർ ആണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കൂ, ഈ കോമ്പൗണ്ട് ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ? നിങ്ങളിവിടെ കാണുന്നത് പോലെ ഇവിടെയും എന്തുണ്ട്? 2 സ്റ്റീരിയോജനിക് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെയും എന്തുണ്ടാവും? യെസ്, 2 കൈറാൽ സെൻറ്റേഴ്സ് ഉണ്ട്. നോക്കൂ, ഇവർ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ? ഇവിടെ നിങ്ങൾക്ക് ഒരു POS അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കോമ്പൗണ്ടിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു POS ഉണ്ടായിരുന്നു. അതായത് ഈ OHനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ POS എന്താണ്? ആബ്സെൻ്റ് ആണ്. ഇവിടെയും പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്താണ്? ആബ്സെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും യെസ് ദിസ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒപ്റ്റിക്കലി ആക്റ്റീവ്. ആൻഡ് പലപ്പോഴായി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെഡ്ജ് ഡാഷ് ഫോർമുല തരുന്നത് കാണാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഇവിടെ BR ആണുള്ളത്. ഇവിടെ ഓഫ് കോഴ്സ് ഇവിടെ ഒരു കൈറാൽ കാർബൺ ഉണ്ടാവും. ഇതെന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ്. നൗ ഇഫ് യു ലുക്ക് ദിസ്, വി ഹാവ് എ POS ഹിയർ, റൈറ്റ്? അതായത് ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ POS പ്രസൻ്റ് ആണ്. POS പ്രസൻ്റ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഇനി ഈ കോമ്പൗണ്ടോ? ഇത് മിക്കവാറും ചോദിച്ചു വരുന്നതാണ്. യെസ്, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഈക്വൽ ഹാഫ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു POS പ്രസൻ്റ് ആണ് അല്ലേ? 2 പേരും എന്താണ്? അവേ ഫ്രം ദി ഒബ്സർവർ ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് വാട്ട്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും പറയാം അല്ലേ? ഇതും എന്തായിരിക്കും? യെസ്, ഒരു POS പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. കാരണം ഇത് ടുവേർഡ്സ് ആണ്, ഇതും ടുവേർഡ്സ് ആണ്. ഇവർ 2 പേരും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഓൾറൈറ്റ്. ഇനി ഇവിടെയാണെങ്കിലോ ഇവരെന്തായിരിക്കും? യെസ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഇവരെന്ത് ചെയ്യത്തില്ല, ഇവിടെ പ്ലെയിൻ ഓഫ് സിമ്മട്രി പ്രസൻ്റ് അല്ല. ഇതെന്താണ്? ഒന്ന് അവേ ഫ്രം ദി ഒബ്സർവർ ആണ്, ഒന്ന് ടുവേർഡ്സ് ദി ഒബ്സർവർ. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ കൈറാൽ കാർബൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കൈറാൽ കാർബൺ വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റും.
യെസ്. ഇനി അടുത്തത്. ഇവിടെ നോക്കിയേ നിങ്ങൾ. ഇവിടെ എന്തായിരിക്കും? യെസ്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവരിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യത്തില്ലേ? യെസ്. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും എന്തുണ്ട്? ഒരു POS പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരും എന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഈവൻ ദോ ദേ കണ്ടെയ്ൻസ് വോട്ട് 2 chiral carbons, they are achiral compounds. ഇവിടെയാണെങ്കിലോ ഇവിടെയും നോക്കിയേ ഇതാ ഇങ്ങനെയൊരു പ്ലെയിൻ ഓഫ് സിമെട്രി POS പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ CH3യും CH3 എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവരും എന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഒരു കാര്യം കൂടെ നോക്കാം നമുക്ക്. ലെറ്റ്സ് സേ ഈ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ? ഇവരും എന്താണ്? ഇതാ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ഇതെന്താണ്? CH3. ഓക്കെ, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ നോക്കണേ, ഇതെന്താണ്? സിംഗിൾ കാർബണിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നോക്കിയേ, ഇത് ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്, ഇതും ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. ഇവരെന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ POS പ്രസൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഈ കോമ്പൗണ്ട് ആക്ച്വലി മീസോ കോമ്പൗണ്ടുമായിട്ട് റിലേറ്റഡ് അല്ല, എന്നാലും ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്താണ്. നോക്കൂ, ഇത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണോ അല്ല ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ് ആണോ എന്ന് ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വിചാരിക്കും യെസ് കൈറാൽ കാർബൺ പ്രസൻ്റ് ആണെന്ന്. പക്ഷേ ആക്ച്വലി കൈറാൽ കാർബൺ ഇല്ല. എന്തുകൊണ്ടാണ്? ഇതാ ഒരാൾ ഇതാണ് CH3, രണ്ടാമത്തെ ആൾ H ആണ്. പക്ഷേ 3ഉം 4ഉം എന്താണ്? ഇതാ സെയിം അല്ല ആക്ച്വലി. ഇതാ 3ഉം 4ഉം എന്താണ്? യെസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരില്ല? കൈറാൽ കാർബൺ പ്രസൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും? യെസ് ദാറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മീസോ കോമ്പൗണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.